കയ്പമംഗലത്ത് വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതു കോട്ടയിൽ കെ വത്സരാജ് വിജയിച്ചു കയറുമെന്നാണ് LDF ആത്മവിശ്വാസം. എന്നാൽ അടിയൊഴുക്കുകൾ ഉണ്ടെന്നും അട്ടിമറി പ്രതീക്ഷിക്കാമെന്നും UDF കേന്ദ്രങ്ങൾ പറയുന്നു. NDAയും കയ്പമംഗലത്ത് വോട്ട് വർധന ലക്ഷ്യമിടുന്നു. കയ്പമംഗലം ഇത്തവണ ആരെ ഭരിക്കും? എന്തെങ്കിലും രാഷ്ട്രീയ അട്ടിമറി സാധ്യത കയ്പമംഗലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് കയ്പമംഗലം മണ്ഡലത്തിൽ എന്തുണ്ടാകുമെന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. കയ്പമംഗലത്തിൽ തിരഞ്ഞെടുപ്പിലെ കണക്കിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ആവേശം ദിനം പ്രതി ശക്തമാകുന്നതിനിടെ വിവിധ മുന്നണികളും അണിയറ പ്രവർത്തനങ്ങളും കണക്കുകൂട്ടലുകളും സജീവമാകുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പ്രവണതകൾ വിലയിരുത്തി വിജയം തങ്ങളുടേതാകുമെന്ന് ഓരോ മുന്നണിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ചിലർക്കിത് ആത്മവിശ്വാസവും മറ്റു ചിലർക്കിത് ആശങ്കയും സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ അടിസ്ഥാനമാക്കി ഇത്തവണയും കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ തവണ നേടിയ വിജയം ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. അതേസമയം നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. NDAയും ഈ തവണ നിർണായക ശക്തിയായി മാറാമെന്ന വിലയിരുത്തലിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. UDF ശക്തമായ വെല്ലുവിളി ഉയർത്തിയെങ്കിലും അവസാന ഘട്ടത്തിൽ LDF മുന്നേറ്റം ഉറപ്പിച്ചു. BJPയും ശ്രദ്ധേയമായ വോട്ട് വിഹിതം നേടിയിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം ചിലവട്ടം മാറി. മൂന്ന് മുന്നണികളും ശക്തമായ വോട്ട് നേട്ടം കൈവരിച്ച സാഹചര്യത്തിൽ വോട്ടർമാരുടെ നിലപാടിൽ മാറ്റമുണ്ടാകാമെന്ന സൂചനകൾ ലഭിച്ചു. പ്രത്യേകിച്ച് NDAയുടെ വോട്ട് ശതമാനം ഉയർന്നത് ഈ തവണയും മത്സരത്തെ കടുപ്പിക്കുമെന്നാണ് നിരീക്ഷണം. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടന്നത്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ചേർന്നുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണെന്ന് വ്യക്തമാണ്. മൂന്ന് വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആരാകും വിജയിക്കുക എന്നത് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. മൂന്ന് മുന്നണികളുടെ ആയിരക്കണക്കിന് വോട്ടുകൾ നേടുമെന്ന് അവകാശപ്പെടുമ്പോൾ വിജയിയുടെ ഭൂരിപക്ഷം കുറച്ചായിരങ്ങളിൽ ഒതുങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ്. സ്ത്രീ വോട്ടർമാരുടെയും യുവജന വോട്ടർമാരുടെയും പങ്കാളിത്തം ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ. കയ്പമംഗലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഫലം നിർണായകമാകുമെന്ന് വ്യക്തമാണ്. മണ്ഡലത്തിലെ ഓരോ വോട്ടും ഇത്തവണ വലിയ പ്രാധാന്യം അർഹിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. തീരമേഖലയ്ക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവിടത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നിയാണ് ഇവർ തെരഞ്ഞെടുപ്പ് നോക്കിക്കണ്ടത്. വെറും രാഷ്ട്രീയം മാത്രമായിരുന്നില്ല ഇത്തവണ കയ്പമംഗലം തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇവിടെ ജനവിധി നിർണായകമാണ്. ക്യാമറമാൻ ടോജോയോടൊപ്പം മാളവിക, മീഡിയ ടൈം.